പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സംസ്ഥാന സർക്കാർ കബളിപ്പിച്ചത് 4 മാസം. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ 677 കോടി രൂപ ബാക്കിയിരിക്കെയാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാതിരുന്നത്. മുഖ്യമന്ത്രിയുടെ വയനാട് പുനരധിവാസ ദുരിതാശ്വാസ നിധിയിലും 673 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുല്, പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സംസ്ഥാന സർക്കാർ 4 മാസത്തോളമാണ് കബളിപ്പിച്ചത്, അല്ലേ? അതുതന്നെയാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 1083 വീടുകളാണ് തകർന്നു പോയിട്ടുള്ളത്. ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് 484 വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചു കൊടുക്കണം എന്ന റിപ്പോർട്ടൊക്കെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരുന്നു. 251 പേർ മരണപ്പെട്ടു. 47 പേർ എവിടെയാണ് എന്ന് ഇപ്പോഴും അറിയില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു ദുരന്തത്തിന്റെ പേരിലാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഈ ദുരിതബാധിതരെ കൈയൊഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സർവേയിൽ, അതായത് ഒരു സ്ഥലത്ത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനമാണ്, പുനരുജ്ജീവന പ്രവർത്തനമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ഏജൻസി വഴിയൊക്കെ തീരുമാനിക്കുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സർവേയിൽ 2219 കോടി രൂപ വയനാടിന്റെ പുനരധിവാസത്തിന് വേണമെന്നായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ 1350 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇരിക്കെയാണ് ഈ പുനരധിവാസ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാതിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് SDRF ഫണ്ടിൽ 677 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസ ഫണ്ടിൽ 673 കോടി രൂപയുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ പുനരധിവാസ ഫണ്ടിൽ ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിനു ശേഷം 680 കോടിയോളം രൂപ വന്നിട്ടുണ്ട്. അതിൽ 7.65 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി 673 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പുനരധിവാസ ഫണ്ടിലുണ്ട്. വയനാട് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി, പുനരുജ്ജീവന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അത്രയധികം തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. SDRF ഫണ്ടിൽ 677 കോടി രൂപയുമുണ്ട്. ഈ വിഷയത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. ബാക്കിയുള്ള 677 കോടി രൂപയിൽ എത്ര രൂപ ചെലവഴിക്കാൻ സാധിക്കും, അതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ രൂക്ഷമായ വിമർശനമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മരണത്തിൽപ്പെട്ട ആളുകളെ അപമാനിക്കുന്ന ഒരു രീതിയാണ് ഇത്. എത്രയാണ് ചിലവഴിക്കാൻ സാധിക്കുന്ന തുക, ചിലവഴിച്ച തുക എത്രയാണ്, ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന തരത്തിലുള്ള കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് അടുത്ത വ്യാഴാഴ്ചക്കകം ലഭ്യമാകണം. ഇത്തരത്തിലുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാൽ മാത്രമേ കൂടുതൽ പണം ലഭ്യമാവുകയുള്ളൂ. അതിനാൽ വ്യാഴാഴ്ചക്കകം തന്നെ ഈ കണക്ക് ലഭ്യമാകാനുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന രീതിയിൽ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ഈ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് പറഞ്ഞ് ഈ പുനരധിവാസ പ്രവർത്തനത്തെ പിന്നോട്ടേക്കാണ് സംസ്ഥാന സർക്കാർ അടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കോടതിയുടെ വിമർശനം. കാരണം ഈ പണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കുകയും എന്നാൽ എന്തൊക്കെയാണ് ചെലവഴിക്കാനുള്ള തുക, എത്രയാണ് ചെലവഴിക്കാനുള്ള തുക, എത്രയാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച കണക്ക് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഈ നടപടിയിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നു. പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സംസ്ഥാന സർക്കാർ കബളിപ്പിച്ചത് 4 മാസത്തോളമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.